ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് 8085-ന് ഒരു 40 പിൻ IC ആണ് ഉള്ളതെന്ന്. ഇതാണ് ഒരു ഈ കാണുന്നതാണ് ഒരു 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു 40 പിൻ IC. ഓക്കെ, ഇതിൽ ഓരോ പിന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 20th പിൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. 20th പിൻ VSS ആണ്. അതെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് പിന്നാണ്. ഓക്കെ, ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന പിന്നാണ്. അടുത്തത് ഈ 40th പിന്ന് അതെന്ന് പറയുന്നത് VCC, അതായത് പവർ സപ്ലൈ കൊടുക്കുന്ന പിന്നാണ്. ഇങ്ങനെ ഓരോ പിന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതിൽ കുറേയൊക്കെ പിന്നുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പിന്നുകളാണ്. കുറേ പിന്നുകൾ നമ്മൾ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ പഠിച്ചതാണ്. ഇനി നമ്മളിതിൻ്റെ ഓരോ പിൻ 1 ഇന്ന ഫംഗ്ഷന്, പിൻ 2 ഇന്ന ഫംഗ്ഷന്, ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നതിലും എളുപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും കൂടെ മൾട്ടിപ്ലക്സ് ചെയ്തതാണ് AD0 to AD7. അപ്പോൾ നമുക്ക് അതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാം. അതേ കണക്ക് തന്നെ ഇത് അഡ്രസ് ബസ് എന്ന് പറയുന്നത് ഏതാണ്, ഹയർ അഡ്രസ് ബസ്സാണ്. അപ്പർ ഹാഫ് ഓഫ് ദി അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അപ്പോൾ അതിന് അപ്പർ ഹാഫും ഉണ്ട് ലോവർ ഹാഫും ഉണ്ട്. ഹയർ ബിറ്റ്സും ഉണ്ട് ലോവർ ബിറ്റ്സും ഉണ്ട്. ലോവർ ബിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഡ്രസ് ഡേറ്റാ ബസ്സുമായിട്ട് മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്നത്. അപ്പർ ഹയർ ബിറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്, A8 to A15 ആണ്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. അതേപോലെ ഓരോന്നിനും ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് നമുക്ക് 7 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. 8085 പിൻ കോൺഫിഗറേഷൻ നമ്മൾ ജനറലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 7 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽ. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽ. അതിൽ വരുന്നതാണ് പവർ സപ്ലൈ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കണം. ഇൻപുട്ടായിട്ട് ഒരു പവർ സപ്ലൈ കൊടുക്കണം. അത് VCC, അതായത് 40th പിന്നാണ്. VCC നമ്മൾ കൊടുക്കുന്നത് +5 വോൾട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് VSS 20th പിന്ന് ഗ്രൗണ്ടാണ്. ഓക്കെ, അടുത്തത് X1 ആൻഡ് X2 എന്ന് പറയുന്നത് ഫസ്റ്റ് പിൻ 1ഉം പിൻ 2 ആണ്. X1 ആൻഡ് X2 അത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ്, ക്രിസ്റ്റൽ ഇൻപുട്ട്. അതായത് നമ്മൾ മൈക്രോ പ്രോസസ്സറിനകത്ത് ഓരോ ഫംഗ്ഷൻ നടക്കണമെങ്കിലും അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. മൈക്രോ പ്രോസസ്സർ ഒരു ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം ഓരോ ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും അതിൻ്റെ കൂടെ ഇത്ര നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് ആവശ്യമാണ് ആ ഒരു മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഒരു മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഓരോ മെഷീൻ സൈക്കിളിലും എന്ത് വേണം, ആ ഒരു ഫംഗ്ഷൻ റീഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ മൈക്രോ പ്രോസസ്സറിന് മെമ്മറിയിൽ നിന്നൊരു ഡേറ്റ റീഡ് ചെയ്യണമെങ്കിൽ ആ റീഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോക്ക് പൾസസും കൂടെ വേണം. അത് 1-2 ക്ലോക്ക് പൾസ് അല്ല, റീഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഇത്ര നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് വേണം. അതെത്രയാണോ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഒരു 3 നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് വേണം. റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണം, മെമ്മറിയിലേക്ക് ഒരു ഡേറ്റ റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ചിലപ്പം 2 നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് മതിയായിരിക്കും. ഓക്കെ, അതിനൊരു നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് ഉണ്ട്. ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം മൈക്രോ പ്രോസസ്സറിന് ഏത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് മൈക്രോ പ്രോസസ്സറിൽ ഓരോ ഫംഗ്ഷനും നടക്കുന്നത്. അപ്പോൾ ആ ക്ലോക്ക് പൾസസ് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള 2 പിന്നുകളാണ് X1ഉം X2 എന്ന് പറയുന്നത്. അപ്പം X1 X2 എന്ന് പറയുന്നത് ക്ലോക്ക് പൾസസ് കൊടുക്കാനുള്ള ഇൻപുട്ടാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ക്ലോക്ക് പൾസസ് എക്സ്റ്റേണലിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ക്രിസ്റ്റൽ ഇൻപുട്ട് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ പ്രോസസ്സറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. നമുക്ക് LC ഓസിലേറ്ററിനകത്ത് നിന്ന് കൊടുക്കാം, RC ഓസിലേറ്റർ. നമുക്കറിയാം, നമുക്ക് ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്ക് പൾസസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പലതരത്തിലുള്ള ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യാം. LC ഓസിലേറ്റർ യൂസ് ചെയ്യാം, RC ഓസിലേറ്റർ യൂസ് ചെയ്യാം, ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത് ഏതാണ്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ്. അതുകൊണ്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് എടുക്കാൻ കാരണം. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത് 6 MHz
ഫ്രീക്വൻസിയാണ്. എത്ര മെഗാ ഹെഡ്സ് ആണ്? 6 മെഗാ ഹെഡ്സ് ഫ്രീക്വൻസിയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം എത്രയാണ്? ഒരു 8085 മൈക്രോ പ്രോസസ്സറിന് 3 മെഗാ ഹെഡ്സ് മതി. 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസി 3 മെഗാ ഹെഡ്സ് ആണ്. അത് മറക്കരുത്. 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസി 3 മെഗാ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് 3 മെഗാ ഹെഡ്സ് മതി. അപ്പോൾ ഈ 6 മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി ഈ 2 പിൻ വഴി മൈക്രോ പ്രോസസ്സറിൻ്റെ ICയിലെത്തും. അവിടെ മൈക്രോ പ്രോസസ്സറിനകത്ത് ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്. എന്തുണ്ട്? ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്. ആ ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്റർ ഇതിനെ എന്താ ചെയ്യും? ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡഡ് ഈ ഓസിലേറ്റർ ഫ്രീക്വൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 ആക്കി മാറ്റും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? 3 ആക്കി മാറ്റും. ഇങ്ങനെയാണ് ഈ 2 പിന്നിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ X1 ആൻഡ് X2 എന്ന് പറയുന്നത് ക്ലോക്ക് പൾസ് റിസീവ് ചെയ്യാനുള്ള ക്രിസ്റ്റൽ ഇൻപുട്ട് പിൻസാണ്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ട് പോകണു? ICയിലേക്ക് വരാനുള്ള എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്ത ക്ലോക്ക് പൾസസ് ICയിലേക്ക് പാസ് ചെയ്യുന്നതിനുള്ള എക്സ്റ്റേണലി ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ക്ലോക്ക് പൾസസ് ICയിലേക്ക് പാസ് ചെയ്യുന്നതിനുള്ള പിന്നുകളാണ് X1ഉം X2ഉം. ഈ എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്ത ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസി 6 മെഗാ ഹെഡ്സ് ആണ്. മൈക്രോ പ്രോസസ്സറിനകത്തുള്ള ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്റർ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 മെഗാ ഹെഡ്സ് ഫ്രീക്വൻസിയാക്കി മാറ്റും. ഓക്കെ, ഇനി നമുക്കുള്ള ഈ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 മെഗാ ഹെഡ്സ് ആണ്, അല്ലേ? 3 മെഗാ ഹെഡ്സ് ആണ്. അപ്പം ഒരു ക്ലോക്ക് പൾസിന് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ടൈം പീരീഡ് എത്രയാണ്? 1/3 മെഗാ ഹെഡ്സ് ആയിരുന്നു, അല്ലേ? 1/3 മെഗാ ഹെഡ്സ് ആണ്. അതായത് ഒരു ക്ലോക്ക് പൾസിൻ്റെ ടൈം പീരീഡ് എത്രയാണോ 1/3 മെഗാ ഹെഡ്സ് ആയിരിക്കും. അതായത് ഒരു ക്ലോക്ക് പൾസിൻ്റെ ടൈം പീരീഡ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഓരോ ഫംഗ്ഷനും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളത്. ഓക്കെ, ഇപ്പം റീഡ് ഓപ്പറേഷന് എത്ര ക്ലോക്ക് പൾസ് വേണം? റീഡ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ എത്ര ക്ലോക്ക് പൾസ് വേണം? ഇപ്പോൾ റീഡ് ഓപ്പറേഷൻ നടക്കാൻ ഒരു ക്ലോക്ക് പൾസ് മതി. അപ്പോൾ ആ റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1/3 മെഗാ ഹെഡ്സ് ആണ്. 1/3 മെഗാ ഹെഡ്സ്. അപ്പോൾ ഇത്രത്തോളം സമയം ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എടുക്കുന്നു എന്ന് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന ക്ലോക്ക് പൾസുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും. ക്ലോക്ക് പൾസുകളുടെ എണ്ണം അഥവാ അതിൻ്റെ ടൈം പീരീഡ് അനുസരിച്ചായിരിക്കും, അല്ലേ? അപ്പം ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ സ്പീഡ് നിർണ്ണയിക്കുന്ന ഫാക്ടർ ആരാണ്? ക്ലോക്ക് പൾസുകളാണ്, അല്ലേ? ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസിയാണ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അപ്പം ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം X1 X2 എന്ന് പറയുന്ന അതിനകത്ത് പിന്നിൻ്റെ കാര്യം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ X1ഉം X2 എന്ന് പറയുന്നത് എക്സ്റ്റേണലി ജനറേറ്റ് ക്രിസ്റ്റൽ ഓസിലേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓസിലേറ്റർ, നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് വേണ്ടതെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്ത ക്ലോക്ക് പൾസസിനെ മൈക്രോ പ്രോസസ്സറിൻ്റെ ICയിലേക്ക് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നുകളാണ് X1ഉം X2. ഓക്കെ, അടുത്തത് ക്ലോക്ക് ഔട്ട്. ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് 37th പിന്നാണ് ക്ലോക്ക് ഔട്ട്പുട്ടാണ്. അതായത് നമ്മുടെ ഈ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ ഉള്ളത്, എത്രയാണ്? 3 മെഗാ ഹെഡ്സ്. അത് ഈ പിന്നിൽ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എക്സ്റ്റേണലായിട്ടുള്ള ഒരു ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്ലോക്ക് ഔട്ടിലെ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് വരുന്ന സിഗ്നലുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. സിങ്ക്രണൈസ് ആയാൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസ് എത്രയാണോ അത് എവിടെ കാണും? ക്ലോക്ക് ഔട്ട് പിന്നിൽ കാണും. അപ്പോൾ ഇവിടെ 3 മെഗാ ഹെഡ്സ് ആണുള്ളത്. അപ്പോൾ ആ 3 മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി ക്ലോക്ക് ഔട്ടിൽ കാണും. കാരണം എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് സിഗ്നൽ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നും വരുന്ന
സിഗ്നലുമായി സിങ്ക്രണൈസ് ചെയ്യണം. നമ്മുടെ ക്ലോക്ക് സിഗ്നൽ 3 MHz എന്ന് പറയുന്ന ആ ക്ലോക്ക് സിഗ്നൽ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് വരുന്ന സിഗ്നലുമായിട്ട് സിങ്ക്രണൈസ് ആയാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഔട്ട്പുട്ട് എവിടെ കാണിച്ചിരിക്കും? ക്ലോക്ക് ഔട്ടിൽ കാണിച്ചിരിക്കും. ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്, 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് എത്രയാണോ ഉള്ളത് ആ ഔട്ട്പുട്ട് ക്ലോക്ക് പൾസിൻ്റെ സിഗ്നൽ എത്രയാണോ, ക്ലോക്ക് പൾസിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ ഉള്ളത് എന്ന് കാണിക്കുന്ന പിന്നാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് 37th പിന്നാണ്. ഓക്കെ, ക്ലോക്ക് ഔട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിസ്റ്റം ക്ലോക്ക് ഫോർ അതർ ഡിവൈസസ്. ദ ഫ്രീക്വൻസി ഈസ് 3 MHz. ഇതാണ് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസിനകത്ത് വരുന്ന. പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ VSSഉം VCCയും, ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത് X1ഉം X2ഉം ക്ലോക്ക് ഔട്ടും. X1 X2 എന്ന് പറയുന്നത് എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്ത ക്ലോക്ക് പൾസസിൻ്റെ എന്ത് ചെയ്യണം, ICയിലേക്ക്, മൈക്രോ പ്രോസസ്സറിൻ്റെ ICയിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 പിന്നുകളാണ് X1ഉം X2ഉം. ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ പ്രോസസ്സറിനകത്ത് ക്ലോക്ക് ഫ്രീക്വൻസി എത്രയാണോ അത് എവിടെ കാണും? ക്ലോക്ക് ഔട്ട് പിന്നിൽ കാണും. കാരണം എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസ് ഫ്രീക്വൻസിയും എക്സ്റ്റേണലി വരുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ സിങ്ക്രണൈസ് ആയാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്. കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അഡ്രസ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ. ഇതിൽ ആദ്യം വരുന്നത് ALE. ALE എന്ന് പറഞ്ഞാൽ 30th പിന്നാണ്. ALE എന്ന് പറയുന്നത് 30th പിന്നാണ്. ഇറ്റ് ഈസ് ALE എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ എന്നാണ് അർത്ഥം. എന്താണ്? അഡ്രസ് ലാച്ച് എനേബിൾ എന്നാണ് ALEയുടെ അർത്ഥം. അതായത് നമ്മളിപ്പം ഇപ്പം ബസ് ഫങ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ അത് അഡ്രസ് ബസ്സാണോ ഡേറ്റ ബസ്സാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്ന. ഓക്കെ, അഡ്രസ് ബസ്സാണോ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത് അതോ ഡേറ്റ ബസ്സാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു പിന്നാണ് ALE. ALE എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അഡ്രസ് ബസ്സാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതോ ഡേറ്റ ബസ്സാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു പിന്നാണ് എന്തെന്ന് പറയുന്നത്? അഡ്രസ് ലാച്ച് എനേബിൾ. അതായത് അഡ്രസ് എനേബിൾ എന്നാണ് അർത്ഥം. ഓക്കെ, അതിനകത്ത് ഇഫ് ALE ഹൈ ആണെങ്കിൽ, 1 എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ആണ് എങ്കിൽ അഡ്രസ് ആയിരിക്കും ഇപ്പം ഫങ്ഷൻ ബസ് ഫങ്ഷൻസ് ആസ് അഡ്രസ് ആയിരിക്കും, അഡ്രസ് ബസ് ആയിരിക്കും അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ALE ലോ ആണെങ്കിൽ, ആക്റ്റീവ് ലോ ആണ് എങ്കിൽ എന്തായിരിക്കും? ഡേറ്റ ബസ് ആയിരിക്കും അപ്പോൾ അവിടെ നടക്കുന്നത്. ഡേറ്റ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ് ബസ് ആണെങ്കിൽ അവിടെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ALE ഹൈ ആയിരിക്കും, ഡേറ്റ പാസ് ചെയ്യുമ്പോൾ ALE 0 ആയിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ALE എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ് ലാച്ച് എനേബിൾ. ഇറ്റ് എനേബിൾസ് അഡ്രസ് ലാച്ച്. അതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് എനേബിൾ അഡ്രസ് ലാച്ച്. ഓക്കെ, ഇനി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബസ് ഫംഗ്ഷനിൽ അഡ്രസ്സാണോ പാസ് ചെയ്യുന്നത് ഡേറ്റയാണോ പാസ് ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പിന്നാണ് ALE. ഇനി അഡ്രസ്സാണ് അവിടെ പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഒരുപാട് ബസ്സസ് ഉണ്ടെന്ന്. അപ്പോൾ ആ ബസ് വഴി അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അപ്പം ALE എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ALE ആക്റ്റീവ് ഹൈ. ഇനി ഡേറ്റയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കം ലോ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റീഡ് ഓപ്പറേഷൻ, RD ബാർ. ഇവിടെ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ പുറത്ത് ബാർ ഇട്ട് കഴിഞ്ഞാൽ അത് ലോയിലായിരിക്കും ആക്റ്റീവ് ആകുന്നത്. അതായത് 0-ൽ ആക്റ്റീവ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു സിഗ്നലിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു പിന്നിൻ്റെ മുകളിൽ ഇപ്പോൾ റെഡിയുടെ പുറത്ത് വരയിട്ട് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? ലോയിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഫ്ലാഗ് രജിസ്റ്റേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം RD ബാർ ആകുമ്പോഴത്തേന് റീഡ് ഓപ്പറേഷൻ എന്നാണ്. RD സ്റ്റാൻഡ്സ് ഫോർ റീഡ്. അപ്പം റീഡ് ഓപ്പറേഷൻ ആക്റ്റീവ് ആകുന്നത് ലോയിലാണ്, അതായത് 0-ലായിരിക്കും അത് ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, ഇനി ഇത് RD ബാർ എന്ന് പറയുന്നത് പിൻ 32 ആണ്. 32 പിന്നാണ്. 32ാമത്തെ പിന്നാണ്. നോക്കിക്കോ, 32 RD ബാർ. കണ്ട, RD ബാർ 32, പിൻ നമ്പർ 32. ഓക്കെ,
എന്തിനു വേണ്ടിയിട്ടാണ്? റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ് ആർ ഡി ബാർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസ്സറിൽ നിന്നോ മെമ്മറിയിൽ നിന്നോ ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ റീഡ് സിഗ്നൽ എന്താകും? ലോ ആകും. മൈക്രോ പ്രോസസ്സറിലെ മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിൽ നിന്നോ ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ അതെന്താവും? ലോ ആവും. ഓക്കെ, ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? ലോ. അപ്പോൾ റീഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ആർ ഡി ബാർ ലോ ആയിരിക്കും. അല്ല, റീഡ് ഓപ്പറേഷൻ അല്ല നടക്കുന്നതെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, ലോ സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദ ഡേറ്റ ഓൺ ദി ഡേറ്റ ബസ് മസ്റ്റ് ബി റീപ്ലേസ്ഡ് എയ്തർ ഫ്രം സെലക്റ്റഡ് മെമ്മറി ലൊക്കേഷൻ ഓർ ഫ്രം ഇൻപുട്ട് ഡിവൈസ്. മെമ്മറി ലൊക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്നും ഡേറ്റ എന്ത് ചെയ്തു? ഡേറ്റ ഓൺ ദി ഡേറ്റ ബസ് മസ്റ്റ് ബി റീപ്ലേസ് ചെയ്തു. അതിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, അപ്പം ആർ ഡി ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓപ്പറേഷൻ. ഇത് ആക്റ്റീവ് ലോ സിഗ്നലാണ്, അതായത് 0-യിലായിരിക്കും ഇത് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നോ ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ലോ ആയിരിക്കും. റീഡ് സിഗ്നൽ ലോ ആയിരിക്കും. ആർ ഡി ബാർ ലോ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റീഡ് ഓപ്പറേഷൻ നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് റൈറ്റ് ഓപ്പറേഷൻ. റൈറ്റ് WR ബാർ, അതും ആക്റ്റീവ് ലോ സിഗ്നലാണ്, അതായത് 0-യിലായിരിക്കും ആക്റ്റീവ് ആയിരിക്കുന്നത്. WR സ്റ്റാൻഡ്സ് ഫോർ റൈറ്റിനെയാണ് കാണിക്കുന്നത്. മെമ്മറി ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുമ്പോൾ WR ലോ ആയിരിക്കും. ദാറ്റ് മീൻസ് റൈറ്റ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നു എന്ന് അർത്ഥം. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നു എന്ന് അർത്ഥം. ഓക്കെ, അടുത്തത് IO ബാർ M ബാർ പിൻ 34. ഇതെന്ന് പറയുന്നത് ഒരു ഡ്യുവൽ ഓപ്പറേഷൻ സിഗ്നലാണ്. കറൻ്റ്ലി ഡേറ്റ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നത് മെമ്മറിയിൽ നിന്നാണോ അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പിന്നാണ് IO ബാർ M ബാർ. M ബാർ എന്ന് പറയുമ്പോഴത്തേന് മെമ്മറി അത് ലോ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, മെമ്മറിയിൽ അത് ലോ ആക്റ്റീവ് ആയിരിക്കും, അത് താഴോട്ട് പറയും. അപ്പം ഇതൊരു ഡ്യുവൽ ഓപ്പറേഷൻ സിഗ്നലാണ്. നമ്മളിപ്പം ഡേറ്റ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യും. നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുന്നു, മെമ്മറിയിൽ പോയി റൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു ഡേറ്റയെ നമ്മൾ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് വരുന്ന ഒരു ഡേറ്റയെ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് മൈക്രോ പ്രോസസ്സറിൽ നടക്കുന്നത്. അപ്പം കറൻ്റ്ലി എവിടെയാണ് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്? മെമ്മറിയിലാണോ റൈറ്റ് ചെയ്യുന്നത്, അതോ ഔട്ട്പുട്ട് ഡിവൈസിലാണോ റൈറ്റ് ചെയ്യുന്നത്, അതോ മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുകയാണോ, അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നാണോ ഡേറ്റ റീഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ആ ഒരു ഓപ്പറേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് IO ബാർ M ബാർ എന്ന് പറയുന്ന പിൻ നമ്പർ 34. ഇഫ് IO ബാർ M ഈക്വൽ ടു 1, IO ബാർ M എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ ദെൻ IO ഓപ്പറേഷൻ ഈസ് ബീയിങ് പെർഫോംഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ IO എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നത് 1-ലാണ്. IO ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? 1-ലാണ്. IO ആക്റ്റീവ് ആകുന്നത് 1-ലാണ്. ഓക്കെ, പക്ഷേ M ബാർ ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? 0-ലാണ്. M ബാർ ആക്റ്റീവ് ആകുന്നത് 0-ലാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പം IO ആക്റ്റീവ് ആകുന്നത് 1-ലും M ബാർ ആക്റ്റീവ് ആകുന്നത് 0-ലുമാണ്. അപ്പം IO ബാർ M ബാർ ഉണ്ട്, ഇവിടെ M ബാർ ഉണ്ട്, ഇട്ടിട്ടില്ല. M ബാർ 1 ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? IO ഓപ്പറേഷനാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി IO ബാർ M 0 ആയാൽ, IO ബാർ M ബാർ ആണ്, തെറ്റിപ്പോണ്ട, M ബാർ ഓക്കെ. IO ബാർ M ബാർ 0 ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം മെമ്മറി ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെമ്മറിയിലെ ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് റീഡാണോ റൈറ്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സിഗ്നൽസ് ഉണ്ട്, അതിനെക്കുറിച്ച് താഴോട്ട് പഠിക്കും. അപ്പം നമ്മളിപ്പം പഠിച്ചത് ഏതൊക്കെയാണ്? നമ്മളിപ്പം പഠിച്ചു റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ, IO ബാർ M ബാർ ഓപ്പറേഷൻ. ഓക്കെ, അപ്പം IO ബാർ M ബാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെമ്മറിയിലേക്കാണോ റൈറ്റ് ചെയ്യുന്നത്, അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണോ റൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നാണോ റീഡ് ചെയ്യുന്നത്, അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നാണോ റീഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു
സിഗ്നലാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നാണ് IO ബാർ M ബാർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ IO എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആക്റ്റീവ് ആയിരിക്കുന്നത് 1ലും M ബാർ ആക്റ്റീവ് ആയിരിക്കുന്നത് 0യിലുമാണ്. കാരണം എന്താണ്? അത് ബാർ ആയതുകൊണ്ടാണ്. മേളിൽ ബാർ വന്നു കഴിഞ്ഞാൽ അത് ലോയിലായിരിക്കും ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചിട്ട് IO ബാർ M ബാർ 1 ആയാൽ അത് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? IO ബാർ M ബാർ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇനി IO ബാർ M ബാർ ലോ ആയാൽ അതിൻ്റെ അർത്ഥം അവിടെ മെമ്മറി ഓപ്പറേഷനാണ് നടക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റാറ്റസ് സിഗ്നൽ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പഠിച്ചതിൻ്റെ ബാക്കിയാണ്. സ്റ്റാറ്റസ് സിഗ്നൽ അതെന്ന് പറയുന്ന 2 സിഗ്നൽസ് ഉണ്ട്, S0യും S1ഉം. പിൻ നമ്പർ 29 and 33. പിന്നെ 29ഉം 33യും സ്റ്റാറ്റസ് സിഗ്നൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മെമ്മറിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണോ നടക്കുന്നത് അതോ മെമ്മറി ഓപ്പറേഷനാണോ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് IO ബാർ M ബാർ. IO ബാർ M ബാർ 1 ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുന്നു. ഇനി IO ബാർ M ബാർ 0 അഥവാ ലോ ആണ് എങ്കിൽ മെമ്മറി ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇനി ഇൻപുട്ടിൽ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത്? റീഡ് ഓപ്പറേഷനാണോ റൈറ്റ് ഓപ്പറേഷനാണോ എന്നറിയണ്ടേ? മെമ്മറിയിൽ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത്? റീഡ് ഓപ്പറേഷനാണോ റൈറ്റ് ഓപ്പറേഷനാണോ അതോ വല്ല ഇൻസ്ട്രക്ഷൻസും ഫെച്ച് ചെയ്യുകയാണോ എന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് സ്റ്റാറ്റസ് സിഗ്നൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിഗ്നലാണ് സ്റ്റാറ്റസ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് ഓപ്പറേഷനാണ് മൈക്രോ പ്രോസസ്സറിൽ നടക്കുന്നത്? മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുകയാണോ അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റീഡ് ചെയ്യുകയാണോ? മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണോ അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുകയാണോ? മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിനുള്ള ഒരു 2 പിന്നുകളാണ് S0യും S1ഉം. ഓക്കെ, ഇനി ഈ S0യും S1ഉം രണ്ടും 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹോൾട്ട്. അതെന്ന് പറയുന്നത് ഒരു ഡോണ്ട് കെയർ സിഗ്നലാണ്. രണ്ടും 0 ആയിക്കഴിഞ്ഞാൽ എന്താണ്? ഹോൾട്ട്. അതിൻ്റെ മീൻസ് സ്റ്റോപ്പ്. മൈക്രോ പ്രോസസ്സറിൽ നടക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക എന്നർത്ഥം. S0യും S1ഉം 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹോൾട്ട്. ദാറ്റ് മീൻസ് സ്റ്റോപ്പ്. മൈക്രോ പ്രോസസ്സറിൽ നടന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു എന്ന് അർത്ഥം. ഓക്കെ, ഇനി S0 0യും S1 1ഉം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൈറ്റ്. S0 0യും S1 1ഉം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റൈറ്റ് എന്നാണ് ഓപ്പറേഷൻ. അവിടെ റൈറ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓക്കെ, റൈറ്റ് ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അടുത്തത് S0 1ഉം S1 0യും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓക്കെ, റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇനി രണ്ടും 1 ആയിക്കഴിഞ്ഞാൽ ഓപ്റ്റ് കോഡ് ഫെച്ച്. ദാറ്റ് മീൻസ് മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു എന്നർത്ഥം. അത് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു, എവിടെ നിന്നാന്ന് പറയുന്നില്ല, ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പം S0യും S1ഉം 0 ആണ് എങ്കിൽ, രണ്ടും ലോ ആണ് എങ്കിൽ ഹോൾട്ട് അഥവാ സ്റ്റോപ്പ്. മൈക്രോ പ്രോസസ്സറിൽ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി S0 ലോയും S1 ഹൈയും ആയാൽ അതിൻ്റെ അർത്ഥം റൈറ്റ്. S0 ഹൈയും S1 ലോയും ആയാൽ അതിൻ്റെ അർത്ഥം റീഡ്. രണ്ടും ഹൈ ആയാൽ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു എന്ന് അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം S0 0, S1 1 ആയാൽ റൈറ്റ് ഓപ്പറേഷൻ ഐ എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇഫ് IO ബാർ M എന്ന് പറയുന്നത് 0, ഇഫ് IO ബാർ M എന്ന് പറയുന്നത് 0, then it indicates മെമ്മറി ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൂന്നിനെയും കൂടെ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. കമ്പൈനിങ് ദീസ് ടു വി ഗെറ്റ് മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ. 0 0 1 0 0 1 ഇൻഡിക്കേറ്റ്സ് മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ. ഇനി 1 0 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഓപ്പറേഷൻ എന്നർത്ഥം. ഓക്കെ, ഒന്നും കൂടെ പറയാം. അപ്പം നമ്മുടെ IO ബാർ M ബാർ ഉണ്ട്, S0 ഉണ്ട്, S1 ഉണ്ട്.
IO ബാർ M ബാർ ഉണ്ട്, S0 ഉണ്ട്, S1 ഉണ്ട്. ഇനി നമുക്ക് IO ബാർ M ബാർ 0 മീൻസ് എന്താണ്? മെമ്മറി ആക്റ്റീവ്. IO ബാർ M ബാർ 0 മീൻസ് മെമ്മറി ആക്റ്റീവ്. ഇനി S01 S11 S0യും S1ഉം രണ്ടും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്കോഡ് ഫെച്ച് എന്നാണ്. എവിടെ നിന്നാണ് ഓപ്കോഡ് ഫെച്ച് മീൻസ് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു. എവിടെ നിന്നാണ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നത്? ഇവിടെ ഏതാണ് ആക്റ്റീവായിട്ടുള്ളത്? മെമ്മറി ആക്റ്റീവ് അല്ലേ? മെമ്മറിയാണ് ആക്റ്റീവ്. മെമ്മറിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് IO ബാർ M ബാർ 0 ലോ ആണ്. IO ബാർ M ബാർ 0 മീൻസ് മെമ്മറി ആക്റ്റീവാണ്. മെമ്മറി ആക്റ്റീവ് 1 0 S0 1 S1 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റീഡ് ഓപ്പറേഷൻ അല്ലേ? അതായത് എവിടെ നിന്നാണ് റീഡ് ചെയ്യുന്നത്? ഇവിടെ മെമ്മറി ആക്റ്റീവാണ്. മെമ്മറിയിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ സ്റ്റാറ്റസ് സിഗ്നൽ എന്താണ് കാണിച്ചത്? മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നു. ഇവർ മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ ആ ഒരു ഫംഗ്ഷൻസിനെ എല്ലാം ഒരുമിപ്പിച്ചത്. അടുത്തത് മെമ്മറി ലോ ആണ് അല്ലേ? IO ബാർ M ബാർ ലോ മീൻസ് മെമ്മറി ആക്റ്റീവ്. ഇത് ഇത്രയും മെമ്മറി ആക്റ്റീവാണ്. പിന്നെ S0 0 S1 1 S0 0യും S1 1ഉം ആയിക്കഴിഞ്ഞാൽ റൈറ്റ് ഓപ്പറേഷനാണ് അല്ലേ? റൈറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു എന്നർത്ഥം. മനസ്സിലായോ? മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് IO ബാർ M ബാർ 1. IO ബാർ M ബാർ 1 ആണ്. 1 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് ആക്റ്റീവായിട്ടുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആക്റ്റീവ്. 1 0 വന്നു കഴിഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നും റീഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് IO ബാർ M ബാർ 1 ദാറ്റ് മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആക്റ്റീവ് 0 1. അതായത് 0 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റൈറ്റ് ഓപ്പറേഷനാണ്. അതായത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അടുത്തത് IO ബാർ M ബാർ 1 ദാറ്റ് മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആക്റ്റീവ് വീണ്ടും 1 1. അതിൻ്റെ അർത്ഥം ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി മൈക്രോ പ്രോസസ്സറിനകത്ത് നടക്കുന്ന ഒരു ഇൻ്ററപ്റ്റ് വന്ന് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അക്നോളജ്മെൻറ്റ് ആണ് അക്നോളജാണ് കൊടുക്കുന്നത്. ഒരു ഇൻ്ററപ്റ്റ് വന്നു, മൈക്രോ പ്രോസസ്സർ തന്നെ അക്നോളജ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായോ? മൈക്രോ പ്രോസസ്സറിലേക്ക് ഒരു ഇൻ്ററപ്റ്റ് വന്നു, അതിനെ മൈക്രോ പ്രോസസ്സർ അക്നോളജ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനുള്ള സിഗ്നലാണ് IO ബാർ M ബാർ 1 ആക്റ്റീവായിരിക്കും, S0 ആക്റ്റീവായിരിക്കും, S1 ആക്റ്റീവായിരിക്കും. അടുത്തത് ഹോൾട്ട് എന്തായിരിക്കും? 0 0 0 ആയിരിക്കും ഹോൾട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി ഏത് പ്രോസസ്സ് നടക്കുന്നോ അത് സ്റ്റോപ്പായി എന്നർത്ഥം. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അപ്പം കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ അതിൽ ഫസ്റ്റ് വരുന്നത് അഡ്രസ് ലാച്ച് എനേബിൾ. അതായത് ഡേറ്റ ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതോ അഡ്രസ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് റീഡ് ഓപ്പറേഷൻ, അടുത്തത് റൈറ്റ് ഓപ്പറേഷൻ, അതിനുശേഷം IO ബാർ M ബാർ, അതായത് മെമ്മറിയിലേക്കാണോ നടക്കുന്നത് അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ നടക്കുന്നത്, മെമ്മറി ഓപ്പറേഷൻ ആണോ നടക്കുന്നത് അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ നടക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന IO ബാർ M ബാർ. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്റ്റാറ്റസ് സിഗ്നൽ. റീഡ് ഓപ്പറേഷൻ ആണോ നടക്കുന്നത്, റൈറ്റ് ഓപ്പറേഷൻ, മെമ്മറിയിലേക്കാണോ റീഡ് ഓപ്പറേഷൻ ആണോ നടക്കുന്നത്, റൈറ്റ് ഓപ്പറേഷൻ ആണോ എന്ന് കാണിക്കുന്നതിനുള്ളതാണ് സ്റ്റാറ്റസ് സിഗ്നൽ. ഈ സ്റ്റാറ്റസ് സിഗ്നലും IO ബാർ M ബാറും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നോ അതോ മെമ്മറിയിൽ റീഡ് ഓപ്പറേഷൻ നടക്കുന്നോ അതോ ഓപ്കോഡ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് IO ബാർ M ബാറും സ്റ്റാറ്റസ് സിഗ്നൽസും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, അതിത്രയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് റെഡി പിൻ നമ്പർ 35. അതായത് നമ്മൾ പറഞ്ഞു മൈക്രോ പ്രോസസ്സർ ഒരു എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നടക്കുമ്പോൾ നമുക്കറിയാം മൈക്രോ പ്രോസസ്സറിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ ഡിവൈസിന് മറ്റൊരു ഫ്രീക്വൻസി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇവയുടെ സ്പീഡ് സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം അല്ലേ?
അപ്പം ഇവ തമ്മിൽ സിങ്ക്രണൈസ്ഡായി ഡേറ്റ ട്രാൻസ്ഫർ നടക്കാൻ റെഡിയാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സിഗ്നലാണ് റെഡി സിഗ്നൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മൈക്രോ പ്രോസസ്സർ ടു സെൻസ് വെദർ ദ പെരിഫറൽ, അതായത് എക്സ്റ്റേണൽ ഡിവൈസ് ഈസ് റെഡി ഓർ നോട്ട് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. ഡേറ്റ ട്രാൻസ്ഫർ, അതായത് നമ്മുടെ പിന്നും എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് സിങ്ക്രണൈസ് ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡേറ്റ ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ റെഡി എന്ന് പറയുന്നത് ലോ ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എക്സ്റ്റേണൽ ഡിവൈസ് ഡേറ്റ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്നാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ മൈക്രോ പ്രോസസ്സർ വെയിറ്റ് സ്റ്റേറ്റിൽ തുടരണം. ഓക്കെ, ഇനി എപ്പോഴാണോ അത് റെഡി ഹൈ കാണിക്കുന്നത്, എന്താണ്, ഡേറ്റ ട്രാൻസ്ഫറിന് റെഡിയാണ് എന്നർത്ഥം. ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ റെഡി സിഗ്നൽ ഹൈ കാണിക്കുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ ഡിവൈസ് ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ റെഡിയാണ് എന്ന് അർത്ഥം. ഓക്കെ, മനസ്സിലായ? അപ്പം എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി കാണും, എക്സ്റ്റേണൽ ഡിവൈസിന് മറ്റൊരു ഫ്രീക്വൻസിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോൾ സ്പീഡ് സിങ്ക്രണൈസ് ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിന്നാണ് റെഡി പിന്ന്. ഓക്കെ, യൂസ് ചെയ്യുന്ന സിഗ്നലാണ് റെഡി സിഗ്നലിന്. റെഡി സിഗ്നൽ ലോ ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ്റ്റേണൽ ഡിവൈസ് ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ റിസീവ് ചെയ്യാൻ എന്തായാലും റെഡി ആയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പം നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യണം, വെയിറ്റ് സ്റ്റേറ്റിൽ തുടരണം. ഇനി അത് നമ്മുടെ റെഡി എന്ന് പറയുന്ന ആ സിഗ്നൽ ആക്റ്റീവ് ഹൈ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം ഡേറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അഡ്രസ് ആൻഡ് ഡേറ്റ പിൻസ്. അഡ്രസ് ആൻഡ് ഡേറ്റ പിൻസ് അതിനെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് പഠിക്കാം. അല്ല, അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റ ബസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് അഡ്രസ് ബസ്സിനെ കുറിച്ചും ഡേറ്റ ബസ്സിനെ കുറിച്ചും. അതുകണക്ക് തന്നെ അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലക്സ്ഡ് പിൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അഡ്രസ് ബസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, സെൻഡ് അഡ്രസ് ടു മെമ്മറി അല്ലേ. മെമ്മറിയിൽ തന്നെ പല ലൊക്കേഷൻസ് ഉണ്ട്, ഓരോ ലൊക്കേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മെമ്മറിയിൽ അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ബസ് ഉപയോഗിക്കുന്നത്. അഡ്രസ് ബസ് ഒരു 16 ബിറ്റാണ്, A0 to A15 വരെ ഉണ്ട് അതിനകത്ത്. അടുത്ത കണക്ക് തന്നെ ഡേറ്റ ബസ് ഒരു 8 ബിറ്റ്, ഡേറ്റ ബസ് 8 ബിറ്റ് ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, മൈക്രോ പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയിൽ ഡേറ്റ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കുന്നത്. ബൈ ഡയറക്ഷനിലാണ് ഡേറ്റ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ പഠിച്ചപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അടുത്തത് നമ്മുടെ പിൻസ് A80 to A15 ആണ്. A80 to A15 എന്ന് പറയുന്നത് അഡ്രസ് ബസ്സാണ്. ഹയർ ഓർഡർ 16 ബിറ്റാണ്. 16 ബിറ്റ് നമ്മൾ A0 to A7 വരെയും പിന്നെ A80 to A15 വരെയുണ്ട്. A0 to A7 എന്ന് പറയുന്നത് ലോവർ ബിറ്റ്സും A80 to A15 എന്ന് പറയുന്നത് ഹയർ ബിറ്റ്സുമാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിനകത്ത് പഠിച്ചതാണ്. ഓക്കെ, അഡ്രസ് ബഫറൊക്കെ പഠിച്ചതാണ്. അപ്പോൾ A80 to A15 എന്ന് പറയുന്നത് പിൻ നമ്പർ 21 to 28 ആണ്. യൂണി ഡയറക്ഷനിലാണ്. അഡ്രസ്സ് മാത്രമേ അവിടെ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. ഹയർ ബിറ്റ്സ് ആണ് ട്രാൻസ്ഫർ നടക്കുന്നത്, അപ്പർ ഹാഫ്. ദ അഡ്രസ് ഈസ് സെൻഡ് ഫ്രം മൈക്രോ പ്രോസസ് ടു മെമ്മറി. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നുകളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് AD0 to AD7. അതെന്ന് പറയുന്നത് എന്താണ്, അഡ്രസ് ബസ്സിൻ്റെ A0 to A7ഉം ഡേറ്റ ബസ്സിൻ്റെ D0 to D7ഉം കൂടെ മൾട്ടിപ്ലക്സ് ചെയ്ത് അഡ്രസ്സും ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിൻസാണ് AD0 to AD7. പിൻ നമ്പർ 19 to 12 to 19. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ലോവർ ഓർഡർ അഡ്രസ് ആൻഡ് ഡേറ്റ ബിറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബൈറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് AD0 to AD7 എന്ന് പറയുന്നത്. ബൈ ഡയറക്ഷനിലാണ്. കാരണം എന്താണ്, ഡേറ്റ നമുക്ക് 2 ഡയറക്ഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അടുത്തത് ഇൻ്ററപ്റ്റ് സിഗ്നൽസ് ആണ്. ഇൻ്ററപ്റ്റ് സിഗ്നൽസ് എന്താണെന്ന് നമുക്കറിയാം. ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണലായിട്ട് വരുന്ന ഇൻ്ററപ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന സിഗ്നൽസ് ആണ് അല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്ററപ്റ്റ് സിഗ്നൽസ് എന്ന്. അപ്പം മൈക്രോ പ്രോസസ്സർ ഒരു ഇൻ്ററപ്റ്റ് സിഗ്നലിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഇൻ്ററപ്റ്റ്സിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ പഠിച്ചപ്പം പഠിച്ചു.
നമുക്ക് കൂടുതലായിട്ട് ഇൻ്ററപ്റ്റ്സ് ഓഫ് 8085 എന്നും പറഞ്ഞ് ഒരൊറ്റ വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെയൊക്കെ തട്ടി പോകുന്നത്. അപ്പം ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. കാരണം നമുക്ക് ഇതിനകത്ത് 5 ഇൻ്ററപ്റ്റ്സുകളുണ്ട്. 8085-ന് 5 ഇൻ്ററപ്റ്റ് പിന്നുകൾ തന്നെ ഉണ്ട്. അപ്പം ഇൻ്ററപ്റ്റ് സിഗ്നൽസ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോസസ്സ് നടന്നു, ഇപ്പം അന്ന് എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ മൊബൈലിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മൊബൈലിൽ ആ വീഡിയോ ഒന്ന് സ്റ്റോപ്പായിട്ട് ആ കോള് കയറി വരും അല്ലേ. കോള് കയറി വരുമ്പം പിന്നെ എന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. മനസ്സിലായ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾ എടുക്കുമ്പം ആ വീഡിയോ കോള് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീഡിയോ സ്റ്റോപ്പാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യും. കോൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പം നമ്മൾ എവിടെയാണോ കണ്ടു നിർത്തിയത് അവിടെ തന്നെ തുടങ്ങും. ഇനി നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അവിടെ മേളിൽ ഇങ്ങനെ വന്ന് കോൾ കിടക്കത്തേ ഉള്ളൂ. കോൾ ഇങ്ങനെ നമ്മൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. മനസ്സിലായോ? വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം പ്രയോറിറ്റി ഉള്ളതുകൊണ്ട്, ഹയർ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട്, പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇൻ്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻ്ററപ്റ്റ് മൈക്രോ പ്രോസസ്സറിൽ വന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ എന്താണ് ചെയ്യുന്നത്? മൈക്രോ പ്രോസസ്സർ അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. മൈക്രോ പ്രോസസ്സർ അവിടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. കറണ്ട് മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം കൗണ്ടർ കണ്ടൻറ്റിനെ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടൻറ്റിനെ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. പ്രോഗ്രാം കൗണ്ടറിൽ ന്യൂ പ്രോഗ്രാം ഇപ്പം വന്നില്ലേ, ഇൻ്ററപ്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ, ആ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് ലോഡ് ചെയ്യും. ഇപ്പം ഇൻ്ററപ്റ്റായിട്ട് വന്ന പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് ലോഡ് ചെയ്യും. പിന്നെ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സാധാരണയായിട്ട് ഒരു ഇൻ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സറിൽ 4 തരത്തിലുള്ള ഇൻ്ററപ്റ്റുകളുണ്ട്. മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ, വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ്, എഡ്ജ് ടൈലേർഡ് ആൻഡ് ലെവൽ ട്രിഗേർഡ്, എഡ്ജ് ട്രിഗേർഡ് ആൻഡ് ലെവൽ ട്രിഗേർഡ്, പ്രയോറിറ്റി ബേസ്ഡ് ഇൻ്ററപ്റ്റ്. ഇത്രയാണ് മൈക്രോ പ്രോസസ്സറിലുള്ള ഇൻ്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻ്ററപ്റ്റ്സ്, വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ് ഇൻ്ററപ്റ്റ്സ്, എഡ്ജ് ട്രിഗേർഡ് ആൻഡ് ലെവൽ ട്രിഗേർഡ് ഇൻ്ററപ്റ്റ്സ്, അടുത്തത് പ്രയോറിറ്റി ബേസ്ഡ് ഇൻ്ററപ്റ്റ്സ്. ഇത്രയാണ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രധാനപ്പെട്ട ഇൻ്ററപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ക്ലാസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് 8085 മൈക്രോ പ്രോസസ്സിൽ 5 ഇൻ്ററപ്റ്റുകളാണ് ഉള്ളത്. പ്രധാനമായും 5 ഇൻ്ററപ്റ്റുകളാണ് 8085 മൈക്രോ പ്രോസസ്സറിലുള്ളത്. ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5, INTR. ഇത്രയാണ് 8085 മൈക്രോ പ്രോസസ്സറിലെ ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ട്രാപ്പ്. ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ നമ്പർ 6 ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു നോൺ മാസ്കബിൾ ഇൻ്ററപ്റ്റ് ആണ്. നോൺ മാസ്കബിൾ ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൾവേസ് ഇൻ എനേബിൾഡ് മോഡാണ്. സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസിന് അതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എനേബിൾ ആയിട്ടുള്ള മോഡിലായിരിക്കും അത് ഉള്ളത്. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസേബിൾ ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്തതിന് ശേഷമേ നമ്മുടെ കറണ്ട്, ഞാനിപ്പോൾ ഒരു അഡിഷൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഈ ഇൻ്ററപ്റ്റ് കയറി വരുന്നത്. ട്രാപ്പ് എന്ന് പറയുന്ന ഇൻ്ററപ്റ്റ് കയറി വന്നത്. ഈ ട്രാപ്പ് എന്ന് പറയുന്ന ഇൻ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അഡിഷൻ്റെ ഇപ്പോൾ ഏത് സൈക്കിളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ ട്രാപ്പിനെ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? മറ്റേ അഡിഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ഡിസേബിൾഡ്. അത് നോൺ മാസ്കബിളിനകത്ത് തന്നെയുള്ള. നോൺ മാസ്കബിൾ മീൻസ് ഇറ്റ് ഈസ് ആൾവേസ് ഇൻ എനേബിൾഡ് മോഡ്. എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസിനൊന്നും അതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് എഡ്ജ് ആൻഡ് ലെവൽ ട്രിഗേർഡ് ആണ്. എഡ്ജ് ആൻഡ് ലെവൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഇൻ്ററപ്റ്റ് ആണ്. എഡ്ജ് ട്രിഗേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്ററപ്റ്റ് വിച്ച് ക്യാൻ ബി ട്രിഗേർഡ് അറ്റ് ലീഡിങ് ഓർ ട്രെയിലിംഗ് എഡ്ജ്. അതായത് പോസിറ്റീവ് എഡ്ജിൽ, അല്ലെങ്കിൽ ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത് ട്രിഗർ ചെയ്യുന്നത് പോസിറ്റീവ് എഡ്ജിലായിരിക്കും, അല്ലെങ്കിൽ ട്രെയിലിംഗ് എഡ്ജിലായിരിക്കും. ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയിൽ അല്ലെങ്കിൽ ലോ ലെവലിൽ ട്രിഗർ ചെയ്തിരിക്കും. ഹൈ അല്ലെങ്കിൽ ലോ ലെവലിൽ ട്രിഗർ ചെയ്തിരിക്കും.
അതാണ് ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇറ്റ് മീൻസ് ട്രാപ്പ് സിഗ്നൽസ് മസ്റ്റ് ഗോ ഫ്രം ലോ ടു ഹൈ, ലോയിൽ നിന്നും ഹൈയിലേക്ക് പോകും. ഇത്രയാണ് ട്രാപ്പ് പിന്നിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ. ട്രാപ്പ്, ഇൻ്ററപ്റ്റ്. നെക്സ്റ്റ് RST 7.5. അതെന്ന് പറയുന്നത് പിൻ നമ്പർ 7 ആണ്. RST 7.5 ഇറ്റ് ഈസ് എ മാസ്കബിൾ ഇൻ്ററപ്റ്റ്. മാസ്കബിൾ ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഡിസേബിൾഡ്. എനേബിളിംഗ് ആൻഡ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് അതിനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളത്. സെക്കൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി സിഗ്നൽ ഇൻ്ററപ്റ്റ് ആണ് RST 7.5 എന്ന് പറയുന്നത്. അത് ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. രണ്ടുമല്ല, ലെവൽ ട്രിഗേർഡ് അല്ല, പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് മാത്രമാണ്. ഓക്കെ, ഇത്രയാണ് RST 7.5 എന്ന് പറയുന്നത്. അടുത്തത് RST 6.5 ആണ്. ഇതൊരു മാസ്കബിൾ ഇൻ്ററപ്റ്റ് ആണ്. മാസ്കബിൾ ഇൻ്ററപ്റ്റ് ആകുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് വെച്ച് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് തേർഡ് ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പ്രയോറിറ്റി ലിസ്റ്റിൽ തേർഡായിട്ട് വരുന്നതാണ് 6.5. അതായത് 3 സിഗ്നൽസ് വന്നപ്പോൾ ട്രാപ്പും വന്ന് RST 7.5 വന്ന് RST 6.5 വന്നെങ്കിൽ ആദ്യം ട്രാപ്പേ എടുക്കത്തുള്ളൂ, പിന്നെ എന്തെടുക്കത്തുള്ളൂ 7.5, അതിനുശേഷം 6.5. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചാണ് എടുക്കുന്നത്. ഇതൊരു ലെവൽ ട്രിഗേർഡ് ആണ്. അതായത് ലെവൽ ട്രിഗേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഹൈ ലെവലായിരിക്കും അല്ലെങ്കിൽ ലോ ലെവലായിരിക്കും. മനസ്സിലായോ? അടുത്തത് RST 5.5. മാസ്കബിൾ ഇൻ്ററപ്റ്റ് ആണ്, നമുക്ക് ഡിസേബിൾ ചെയ്യാം സോഫ്റ്റ്വെയർ വെച്ചിട്ട്. ഫോർത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ആണ്, ലെവൽ ട്രിഗേർഡ് ആണ്. ഹൈയിൽ അല്ലെങ്കിൽ ലോയിൽ ട്രിഗർ ചെയ്തതായിരിക്കും. ഒന്നീ ഹൈ ലെവലിലായിരിക്കും ട്രിഗർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോ ലെവലിലായിരിക്കും ട്രിഗർ ചെയ്തിരിക്കുന്നത്. അടുത്തത് INTR. ഇതൊരു മാസ്കബിൾ ഇൻ്ററപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ഡിസേബിൾ ഇറ്റ്. അടുത്തത് ലോവർ പ്രയോറിറ്റി, ഏറ്റവും ലോവർ പ്രയോറിറ്റി ഉള്ളതാണ് INTR. പയ്യെ ചെയ്താൽ മതി മൈക്രോ പ്രോസസ്സറിന് ഇതിൻ്റെ കാര്യങ്ങൾ. ലെവൽ ട്രിഗേർഡ് ആണ്. ലെവൽ ട്രിഗേർഡ് മീൻസ് ഒന്നീ ഹൈയിലായിരിക്കും ട്രിഗർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോയിലായിരിക്കും ട്രിഗർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് ഇൻ്ററപ്റ്റ്. ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇൻ്ററപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത്രയാണ് ഇൻ്ററപ്റ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻ്ററപ്റ്റ് സിഗ്നൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇൻ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു നോർമൽ എക്സിക്യൂഷൻ സമയത്ത് ഇൻ്ററപ്റ്റിനായിട്ട് വരുന്ന സിഗ്നൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്ററപ്റ്റ് സിഗ്നൽസ്. 8085 5 ഇൻ്ററപ്റ്റ് സിഗ്നൽസ് ആണുള്ളത്. ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5, INTR. അതിലേറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ട്രാപ്പാണ്. അതിനുശേഷം RST 7.5, RST 6.5, RST 5.5, INTR. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു ഭാഗമാണ് ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഇൻ്ററപ്റ്റ് സിഗ്നൽസിനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് 5ാമത്തെ സെക്ഷൻ സീരിയൽ IO സിഗ്നൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ്. സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ് ആണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ നിന്നും ഡേറ്റ സീരിയലായിട്ടാണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സീരിയലായിട്ടാണ്. മൈക്രോ പ്രോസസ്സറിനകത്ത് എന്തായിരിക്കും, പാരലൽ കമ്മ്യൂണിക്കേഷനാണ്. പാരലായിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ സീരിയൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സറിലെ സീരിയൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 2 പിന്നുകളാണുള്ളത്, SIDയും SODയും. അപ്പോൾ അതായത് പിൻ നമ്പർ 4ഉം പിൻ നമ്പർ 5ഉം. SID എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ ഇൻപുട്ട് ഡേറ്റ. സീരിയൽ ഇൻപുട്ട് ഡേറ്റ അതായത് സീരിയലായിട്ട് ഇൻപുട്ട് ഡേറ്റ എന്ത് ചെയ്യുന്നു, മൈക്രോ പ്രോസസ്സറിലേക്ക് സീരിയലി ഒരു ഡേറ്റ വരുമ്പോൾ SIDയിലൂടെ ബിറ്റ് ബൈ ബിറ്റായിട്ടായിരിക്കും ഡേറ്റ വരുന്നത്. മൈക്രോ പ്രോസസ്സറിലേക്ക് ഡേറ്റ വരുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും. അത് ഏത് പിന്നിലൂടെ ആയിരിക്കും, SIDയിലൂടെ ആയിരിക്കും, സീരിയൽ ഇൻപുട്ട് ഡേറ്റ. അടുത്തത് SOD, മൈക്രോ പ്രോസസ്സറിൽ നിന്നും എങ്ങോട്ടാണ്, പുറത്തേക്ക്. മൈക്രോ പ്രോസസ്സറിൽ നിന്നും പുറത്തേക്ക് ഡേറ്റ ബിറ്റ് ബൈ ബിറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പിന്നാണ് സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ എന്ന് പറയുന്നത്. സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ്, അതാണ് 5ാമത്തെ സിഗ്നൽസ്. പിൻ നമ്പർ 4ഉം പിൻ നമ്പർ 5ഉം. മനസ്സിലായല്ലോ, SIDയും SODയും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് DMA സിഗ്നൽസ് ആണ്.
അടുത്തത് DMA സിഗ്നൽസ്. DMA സിഗ്നൽസിന് ഉപയോഗിക്കുന്ന 2 സിഗ്നലുകളാണ് ഹോൾഡും HLDAയും. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ DMA സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ മെമ്മറിയിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലാണ് DMA എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. അപ്പം നമ്മൾ സാധാരണയായിട്ടൊരു മൈക്രോ പ്രോസസ്സറിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്? മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസ്സറിലേക്ക്, അതിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, ഇങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആകുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം അല്ലേ, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിഗ്നലാണ് DMA സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചിപ്പുകളുണ്ട്. DMA ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ചിപ്പുകൾ അറ്റാച്ച് ചെയ്യും മൈക്രോ പ്രോസസ്സറിൻ്റെ കൂടെ. ഓക്കെ, അപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുമെന്നറിയോ? എല്ലാ ബസ്സിൻ്റെയും, അതായത് ഡേറ്റ ബസ്, കൺട്രോൾ ബസ്, അഡ്രസ് ബസ്, ഇതിൻ്റെയൊക്കെ കൺട്രോള് DMAക്ക് കൊടുക്കും. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത്, അതായത് DMA സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ, DMA സിഗ്നൽ അതായത് ഹോൾഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മൈക്രോ പ്രോസസ്സർ എല്ലാ ബസ്സിൻ്റെയും, അഡ്രസ് ബസ്സിൻ്റെയും കൺട്രോൾ ബസ്സിൻ്റെയും ഡേറ്റ ബസ്സിൻ്റെയും ഒക്കെ കൺട്രോള് ആർക്ക് കൊടുക്കും? DMAക്ക് കൊടുക്കും. DMAക്ക് കൊടുത്തിട്ട് ആ സമയത്ത് DMAക്ക് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അവിടെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ പ്രോസസ്സറിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹോൾഡ് സിഗ്നൽ ആക്റ്റീവായി. അങ്ങനെ കൊടുക്കുന്ന ഒരു സിഗ്നലാണ് ഹോൾഡ് സിഗ്നൽ. ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡയറക്റ്റ് മെമ്മറി ആക്സസ് നടക്കാൻ പോകുന്നു എന്നാണ്. ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡയറക്റ്റ് മെമ്മറി ആക്സസ് നടക്കാൻ പോകുന്നു എന്നാണ്. സോ മൈക്രോ പ്രോസസ്സർ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ കറണ്ട് മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ചെയ്തതിന് ശേഷം സ്റ്റോപ്പാകും. ഓക്കെ, സ്റ്റോപ്പാകും. ഇതിന് ശേഷം മൈക്രോ പ്രോസസ്സർ അതിൻ്റെ എല്ലാ ബസ്സുകളുടെയും കൺട്രോള് ആർക്ക് കൊടുക്കും? ഡയറക്റ്റ് മെമ്മറി ആക്സസ് DMAക്ക് കൊടുക്കും. DMA ചിപ്പിന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് DMA ചിപ്പിന് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആയപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്തു? കറണ്ട് മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ആ വർക്ക് സ്റ്റോപ്പായി. അതിനുശേഷം ഹോൾഡ് സിഗ്നലിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അതാണ് HLDA. ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് HLDA. മനസ്സിലായോ? ഡയറക്റ്റ് മെമ്മറി ആക്സസ്, അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിഗ്നലാണ് DMA സിഗ്നൽസ്, ഡയറക്റ്റ് മെമ്മറി ആക്സസ് സിഗ്നൽസ്. DMA സിഗ്നൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ അതിൻ്റെ എല്ലാ ബസ്സുകളുടെയും കൺട്രോൾ DMA ചിപ്പിന് കൊടുക്കും. ഓക്കെ, അതേണക്ക് തന്നെ DMA സിഗ്നൽസ് DMA സിഗ്നൽസ് വന്നു അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നത് ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആകുമ്പോഴാണ്. ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആയ ഉടൻ തന്നെ മൈക്രോ പ്രോസസ്സർ കറൻ്റ്ലി നടക്കുന്ന പ്രോഗ്രാമിൻ്റെ മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് സ്റ്റോപ്പാകും. സ്റ്റോപ്പായതിനു ശേഷം ഹോൾഡ് സിഗ്നലിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ വിടും. ആ അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് HLDA ആക്റ്റീവ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം DMA ഡയറക്റ്റ് മെമ്മറി ആക്സസിന് മൈക്രോ പ്രോസസ്സർ തയ്യാറാണ്. മനസ്സിലായോ? അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഹോൾഡ് സിഗ്നൽ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയാണ് DMA സിഗ്നൽസ്, ഹോൾഡും HLDയും. ഹോൾഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് നടക്കാൻ പോകുന്നു? ഡയറക്റ്റ് മെമ്മറി ആക്സസ് നടക്കാൻ പോകുന്നു. ഇപ്പം കറൻ്റ്ലി നടക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക? കൺട്രോൾ എല്ലാം DMA ചിപ്പിന് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഹോൾഡ് സിഗ്നലിനെ അക്സെപ്റ്റ് ചെയ്തില്ലേ, അപ്പോൾ അതിന് അക്നോളജ്മെൻറ്റ് സിഗ്നൽ കൊടുക്കണം. അതാണ് HLDA എന്ന് പറയുന്നത്. HLDA എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾഡിൻ്റെ അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് HLDA എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് 7th സെറ്റ്. HLDA നമ്മൾ പറഞ്ഞു, ഹോൾഡ് അക്നോളജ്മെൻറ്റ്. അടുത്തത് റീസെറ്റ് സിഗ്നലാണ്. റീസെറ്റ് ഇന്നും ഉണ്ട്, റീസെറ്റ് ഔട്ടും ഉണ്ട്. അതായത് റീസെറ്റ് ഇൻ എന്ന് പറയുന്നത് ബാറുണ്ട്, പിൻ നമ്പർ 36 ആണ്. അതായത് റീസെറ്റ് ഇൻ 0 മീൻസ് എക്സ്റ്റേണലി റീസെറ്റ് എന്ന റിക്വസ്റ്റ് വന്നു. സോ മൈക്രോ പ്രോസസ്സർ എല്ലാ രജിസ്റ്റർ കണ്ടൻറ്റും പ്രോഗ്രാം കൗണ്ടറും 0 ആക്കണം.
മൈക്രോ പ്രോസസ്സർ എല്ലാ രജിസ്റ്റർ കണ്ടൻറ്റും പ്രോഗ്രാം കൗണ്ടറും 0 ആക്കണം. അതായത് റീസെറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ റീസെറ്റ് ചെയ്യത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം മൈക്രോ പ്രോസസ്സറിൽ ഒരു റീസെറ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതായത് ഇത് റീസെറ്റ് ലോ ആവും. ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? ആക്റ്റീവ് ലോ സിഗ്നലിലാണ് ലോ ആകുന്നത്. ഇത് ലോ സിഗ്നൽസിലാണ്, അതായത് 0-യിലാണ് ആക്റ്റീവ് ആകുന്നത്. റീസെറ്റ് ഇൻ ലോ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൈക്രോ പ്രോസസ്സർ റീസെറ്റ് ചെയ്യണം എന്നാണ്. റീസെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് റീസെറ്റ് ചെയ്യുന്നത്? എല്ലാ രജിസ്റ്റർ കണ്ടൻറ്റും പ്രോഗ്രാം കൗണ്ടറും റീസെറ്റ് ആകും. പ്രോഗ്രാം കൗണ്ടറിനകത്ത് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് അല്ലേ, ഏത് ലൊക്കേഷനിൽ നിന്നാണ് എടുക്കുന്നത് എന്നതാണ് പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വാല്യൂ എത്രയാണ്? 0. പിന്നെ നമ്മൾ പുതുതായിട്ട് എടുക്കണമല്ല. മനസ്സിലായോ? റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിൽ റീസെറ്റ് നടന്നു എന്ന് കാണിക്കുന്ന പിന്നാണ് റീസെറ്റ് ഔട്ട്. മൈക്രോ പ്രോസസ്സറിൽ റീസെറ്റിംഗ് നടന്നു എന്ന് കാണിക്കുന്ന പിന്നാണ് റീസെറ്റ് ഔട്ട്. ഓക്കെ, അത് ആക്റ്റീവ് ഹൈ ആണ്, ഹൈ സിഗ്നലാണ്. റീസെറ്റ് ഔട്ട് ഹൈ ആയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൈക്രോ പ്രോസസ്സറിൽ ഇപ്പം റീസെറ്റ് നടന്നു എന്ന് കാണിക്കുന്ന സിഗ്നലാണ് റീസെറ്റ് ഔട്ട്. അത് പിൻ നമ്പർ 3 ആണ്. ഇത്രയാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിൻ കോൺഫിഗറേഷൻ. അപ്പോൾ X1 X2 എന്ന് പറയുന്നത് ക്ലോക്ക് സിഗ്നൽസ്. റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടും ഇൻപുട്ട് സിഗ്നൽസ് ആണ്. റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ പ്രോസസ്സറിൽ റീസെറ്റിംഗ് നടന്നു എന്ന് കാണിക്കുന്ന പിന്നാണ് റീസെറ്റ് ഔട്ട്. അതൊരു ഔട്ട്പുട്ട് സിഗ്നലാണ്, യൂണി ഡയറക്ഷണൽ. അടുത്തത് SID SOD, സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ആണ്. അതായത് മൈക്രോ പ്രോസസ്സർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ഡേറ്റ ബിറ്റ് ബൈ ബിറ്റ് അല്ലെങ്കിൽ സീരിയലി ട്രാൻസ്ഫർ ചെയ്യും. അപ്പം സീരിയലായിട്ടാണ് ഡേറ്റ അകത്തേക്ക് വരുന്നത്. അത് വരുന്ന പിന്നാണ് SID. ഔട്ട്പുട്ടിലേക്ക് പോണത് SOD. അടുത്തത് ഇൻ്ററപ്റ്റ്സുകളാണ്. ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5, INTR. അടുത്തത് INTA ബാർ എന്ന് പറയുന്നത് ഇൻ്ററപ്റ്റ്. നമ്മൾ മൈക്രോ പ്രോസസ്സർ ഇൻ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് INTA ബാർ. ഇനി ഈ ഇൻ്ററപ്റ്റ് സിഗ്നൽസ് ഉണ്ടല്ലോ, ട്രാപ്പ്, 7.5, 6.5, 5.5, അതെല്ലാം എന്താണ്? INTR. ഇതെല്ലാം എക്സ്റ്റേണലി വരുന്ന സിഗ്നൽസാണ്. 5 ഇൻ്ററപ്റ്റ് സിഗ്നൽസുകളും എക്സ്റ്റേണലി വരുന്നതാണ്, അതുകൊണ്ട് അത് അകത്തേക്കായിരിക്കും. ഇനി INTA ബാർ എന്ന് പറയുന്ന അക്നോളജ്മെൻറ്റ് സിഗ്നലാണ്. ഇൻ്ററപ്റ്റിനെ റിസീവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റിസീവ് ചെയ്തിട്ട് മൈക്രോ പ്രോസസ്സർ അതിനെ അക്നോളജ് ചെയ്യുന്ന സിഗ്നലാണ് INTA ബാർ. സോ അത് ഔട്ട്പുട്ട് സിഗ്നലാണ്. അടുത്തത് AD0 to AD7 അഡ്രസ് ഡേറ്റ ബസ്സുകളാണ്. അതെന്ന് പറയുന്നത് എന്താണ്? അഡ്രസ്സും ഉണ്ട് ഡേറ്റയുണ്ട്. അപ്പോൾ അതെന്താണ്? ബൈ ഡയറക്ഷനിലാണ്, 2 ഡയറക്ഷനിലേക്കും ഉണ്ട്. അടുത്തത് അഡ്രസ് ബസ്സാണ്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. അഡ്രസ് ബസ് A80 to A50. ഓക്കെ. അടുത്തത് സ്റ്റാറ്റസ് സിഗ്നൽ S0, പിന്നെ ഒരെണ്ണം S1. എന്ത് ഓപ്പറേഷനാണ്? റീഡ് ഓപ്പറേഷനാണോ, റൈറ്റ് ഓപ്പറേഷനാണോ, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആണോ, അതോ സ്റ്റോപ്പാണോ എന്ന് കാണിക്കുന്നതാണ് സ്റ്റാറ്റസ് സിഗ്നൽസ്. അഡ്രസ്സ്. അടുത്തത് ALE, അഡ്രസ് ലാച്ച് എനേബിൾ. അടുത്തത് റൈറ്റ് ഓപ്പറേഷൻ, റീഡ് ഓപ്പറേഷൻ. അടുത്തത് IO ബാർ M ബാർ. ഈ IO ബാർ M ബാറും S1ഉം S0യും കൂടെ ചേരുമ്പോഴാണ് മെമ്മറിയിലേക്കാണോ റൈറ്റ് ചെയ്തത് അതോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണോ റൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ റീഡ് ചെയ്തതെന്ന് കാണിക്കുന്നത്. അടുത്തത് റെഡി ഓപ്പറേഷൻ. അതായത് റെഡി ഓപ്പറേഷൻ എന്തിനാണ്? ഒരു എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണോ? റീസെറ്റ് ചെയ്തു മൈക്രോ പ്രോസസ്സർ. ക്ലോക്ക് ഔട്ട്, നമ്മുടെ ക്ലോക്ക് ഔട്ട്പുട്ട് എത്രയാണ്? 3 MHz ആണെന്ന് കാണിക്കുന്നത്. ഹോൾഡ് എന്തിനു വേണ്ടിയിട്ടാണ്? DMA ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളത്. HLDA അതിൻ്റെ അക്നോളജ്മെൻറ്റ്. VCC +5 വോൾട്ട് പവർ സപ്ലൈ. ഇത്രയാണ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ ഡിസ്ക്രിപ്ഷൻ. ഓരോ പിന്നിൻ്റെയും ഫംഗ്ഷൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.